2 ദിവസത്തെ ഓഫിന് വേണ്ടി നാട്ടിലേക്ക് ആഴ്ചയിൽ വരുമ്പോൾ എത്ര പെട്ടെന്ന് ഒരു ദിവസം പോകുന്നുള്ളത് ഞാൻ അപ്പോഴായിരിക്കും അറിയുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുള്ള ജിമാക്സ് ഒറ്റപ്പാലത്താണ്. അപ്പോൾ അവിടെ നിന്ന് അമ്മയ്ക്കൊരു ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അമ്മയുടെ ഫോൺ ഓൾറെഡി കേട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോണെല്ലാം വാങ്ങി. പിന്നെ പിറ്റേ ദിവസം തന്നെ എനിക്ക് പോകാനുള്ള ദിവസമായിട്ടോ. ഹോസ്റ്റലിലൊക്കെ പോയി നിന്നിട്ടുള്ളവരിത് കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും വീട്ടിലെ ഫുഡ് എത്രമാത്രം പ്രഷ്യസ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫുഡ്സും എടുത്തിട്ട് തന്നെയാണ് ഞാൻ വരാറ്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഞാൻ ആ കാര്യം അറിഞ്ഞത്. 1 മണിക്കൂറായി 2 മണിക്കൂറായിട്ടും ട്രെയിൻ കാണാനില്ല. ട്രാക്കിംഗ് ഒന്നും കാണിക്കാത്തതുകൊണ്ട് അവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് 2:30 വരുന്ന ട്രെയിൻ 10:30 വരത്തും. ഇന്ത്യൻ റെയിൽവേനെ ഒരിക്കലും നമ്പരുതെന്ന് ഞാൻ മുന്നേ പഠിച്ചിട്ടുള്ളതാണെങ്കിലും ഇന്ന് ഒന്നുകൂടെ പഠിക്കേണ്ടി വന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിക്കില്ലെന്ന് ഓർത്ത് അമ്മ വീട്ടിൽ നിന്ന് നേരെ ഫുഡൊക്കെ ആയി എന്നെ അവിടെ നിന്ന് കഴിപ്പിച്ചിട്ടാണ് കേട്ടോ വിട്ടത്. അങ്ങനെ ഞാൻ ആലുവ എത്തി. ഇവിടെ നിന്ന് നേരെ ബസ്സും കയറി 5:30 ഷിഫ്റ്റിനും കയറണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മളെക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ എന്തൊക്കെ സ്പെഷ്യൽ ഫുഡ്സ് എന്ന് കൊണ്ടുവന്നെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവർ കഴിക്കുമ്പോഴും ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ വർക്കിന് പോയിട്ടോ. ചാച്ചാ.